ഇന്ത്യയിൽ ഈ അടുത്ത കുറച്ച് വർഷങ്ങളിൽ ആരോഗ്യപൂർണ്ണമായ ആളുകളുടെ എണ്ണം കോടീശ്വരന്മാരുടെ എണ്ണത്തേക്കാൾ കുറവായിരിക്കും. ഇന്ത്യയിൽ ആരോഗ്യനില ദയനീയമായ രീതിയിൽ താഴേക്കാണ് പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ അമിതവണ്ണം, ഒബീസിറ്റി, ഹൃദ്രോഗങ്ങൾ, നഗരവാസികളിൽ 30% പേരോ അമിതവണ്ണമോ അതിലോട് അടുത്ത നിലയിലോ എത്തിയിരിക്കുന്നു. നമ്മുടെ ഫിറ്റ്നസ് കുറയാൻ പ്രധാന കാരണങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായും കസേരകളിൽ ഇരിക്കുകയും സ്ക്രീനിനോട് അടുത്തിരിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഗോസ് ഓൺ ഫോർ 8 to 10 hours ഇൻ എ ഡേ വിത്ത് ലിറ്റിൽ ഓർ നോ എക്സസൈസ്. അൺഹെൽത്തി ഡയറ്റ്. പണ്ട് നമ്മുടെ പൂർവികരെ ഭക്ഷ്യവിഭവങ്ങളായി നെല്ലരിയും പച്ചക്കറിയും നാടൻ ചീരയുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതിനു പകരം പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും നിറഞ്ഞ തീന്മേശകളിൽ സുലഭമാണ്. മെന്റൽ സ്ട്രെസ്. ധനം ഉണ്ടാക്കാൻ ദിവസവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. ഷോപ്പ്, പ്രൊജക്ട് അല്ലെങ്കിൽ ബിസിനസ് എല്ലാം കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ സമ്മർദ്ദം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സാരമായി ബാധിക്കുന്നു. ലാക്ക് ഓഫ് റെസ്റ്റ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉറക്കം മിക്കപ്പോഴും 5 മുതൽ 6 മണിക്കൂറിലേറെ സമയം അവർ അതിനുവേണ്ടി മാറ്റിവെക്കാറില്ല. നിങ്ങൾക്ക് എത്ര പണം ഉണ്ടാക്കിയാലും ആരോഗ്യവും സുഖവും ഇല്ലെങ്കിൽ അതിൽ എന്തിനാണ് പ്രയോജനം? സോ ഈ ട്രെൻഡിനെ ഹോമിയോപ്പതിക്ക് സഹായിക്കാനാകും. കൂടാതെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനും ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് മെയിൻറ്റെയിനിങ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അതിനായി ദിവസത്തിൽ ഒരു 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. പ്രോസസ്ഡ് ഫുഡുകൾ ഒഴിവാക്കി കഴിയുന്നത്ര ഓർഗാനിക് വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഡെയിലി കുറഞ്ഞതൊരു 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. കൂടെ ദിവസവും 15 മിനിറ്റ് എങ്കിലും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ശീലമാക്കുക. Velith Homeopathy on a mission to cure.